നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അനീമിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ രക്തക്കുറവ്, വിളർച്ച എന്നൊക്കെ പറയാറുണ്ട്. എല്ലാവരും തന്നെ വളരെ തമാശ രീതിയിൽ പറയാറുണ്ട്, ഓ എനിക്ക് HB കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് രക്തക്കുറവുണ്ട്. ഈ തമാശ കുറച്ച് നാൾ അങ്ങോട്ട് കഴിയുമ്പോഴാണ് ഇത് സീരിയസ് ആയിട്ട് മാറാൻ പോകുന്നത്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ രക്തക്കുറവെന്നുള്ളത്. അതിൽ തന്നെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകളിലും ഏകദേശം 35% ആൾക്കാർക്കും ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് എന്നുള്ളത് നോക്കാം. നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്. ഇതിനൊരു നോർമൽ വാല്യൂ ഉണ്ട്. ഈ നോർമൽ വാല്യൂവിൽ നിന്ന് ഇത് താഴേക്ക് പോകുമ്പോഴാണ് നമുക്ക് രക്തക്കുറവുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒത്തിരി പേർക്ക് ഈ പ്രശ്നമുണ്ട്, പല ആൾക്കാർക്കും ഇതിന്റെ ലക്ഷണങ്ങളും ഉണ്ട്. പക്ഷേ ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ രക്തക്കുറവിന്റെ ലക്ഷണങ്ങളാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് പലപ്പോഴും ഇല്ലാതായി പോകുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ അനീമിയ ഉണ്ടാവാനുള്ള റീസൺസ് നോക്കാം. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓവറായിട്ട് ബ്ലീഡിങ് ഉണ്ടാകും, അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ അനീമിയ ഉണ്ടാകുന്നത്. അത് ചിലപ്പോൾ ഒരു മുറിവിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ മാസവും തന്നെ അവർക്ക് പീരീഡ്സ് ഉണ്ട്, ആർത്തവമുണ്ട്. അതിലൂടെ എക്സസീവായിട്ട് ബ്ലഡ് പുറത്തേക്ക് പോയി കഴിഞ്ഞാലും ഇത്തരത്തിൽ അനീമിയ ഉണ്ടാകും. രണ്ടാമതായിട്ടുള്ളത് ബ്ലഡിൽ HBയുടെ ഉൽപ്പാദനം കുറയുന്നതാണ്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ ടോക്സിനോ ഒക്കെ ശരീരത്തുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൽപ്പാദനം കുറയും. പിന്നീടുള്ളത് RBC പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ. നോർമലി RBC ഒരു 120 ദിവസം വരെയാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്നത്. അതിനുശേഷം അത് പിന്നെയും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ 120 ദിവസത്തിന് മുമ്പായിട്ട് ഇത് പൊട്ടിപ്പോവുകയോ നശിച്ചു പോവുകയോ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ HB കുറവായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് കഴിക്കുന്ന ഫുഡിൽ കൃത്യമായിട്ട് അയണിൻ്റെ കണ്ടന്റ് ഇല്ലാത്തതാണ്. അതായത് ഇരുമ്പടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുന്നതും ഇത്തരത്തിൽ HB കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഫോളിക് ആസിഡ്, വൈറ്റമിൻ C, വൈറ്റമിൻ B, വൈറ്റമിൻ B12 തുടങ്ങിയവയുടെ അഭാവത്തിലും ഇത്തരത്തിൽ HB പ്രൊഡക്ഷൻ പെട്ടെന്ന് തന്നെ കുറയുന്നതാണ്. ഇനി ഇത് ഏതൊക്കെ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരിൽ വരുന്നു എന്ന് നോക്കാം. ഇത് എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും വരും. കുട്ടികൾക്ക് വരും, മുതിർന്നവർക്ക് വരും, പ്രായമായവർക്ക് വരും, എല്ലാവർക്കും തന്നെ വരും. ഇതിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി എടുത്തു പറയുകയാണെങ്കിൽ കുട്ടികൾ, അതുപോലെ തന്നെ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികൾ, ഇവരിലാണ് കൂടുതലായിട്ടും ഇത്തരത്തിൽ അനീമിയ പ്രോബ്ലം കാണുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് പഠിക്കാനോ അവരുടെ വേറെ ആക്ടിവിറ്റീസിനൊന്നും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ അതൊന്നും ചെയ്യാനോ സാധിക്കത്തില്ല. ഗർഭിണികൾക്കാണെങ്കിൽ പെട്ടെന്ന് അബോർഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികൾക്ക് വെയിറ്റ് കുറഞ്ഞ് ജനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മുലയൂട്ടുന്ന അമ്മമാർക്കാണെങ്കിൽ കൃത്യമായിട്ട് പാൽ ഉൽപ്പാദനം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നതായിട്ട് കാണാം. അങ്ങനെ ഒരുപാട് റീസൺസ് ആണ് ഇതിന് പിന്നിലുള്ളത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അപകട ലക്ഷണങ്ങൾ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം. ആദ്യമായിട്ടുള്ളത് നമ്മുടെ സ്കിന്ന്, നഖം, നാവ് എന്നിവയൊക്കെ തന്നെ വിളറി കാണാൻ സാധിക്കും. അതികഠിനമായിട്ടുള്ള തലവേദന, തലകറക്കം, ക്ഷീണം, തളർച്ച എന്നിവയും കാണാൻ സാധിക്കും. വിശപ്പില്ലായ്മ, മുടി കൊഴിച്ചിൽ, അമിതമായിട്ടുള്ള ഹൃദയമിടിപ്പ്, ശ്വാസതടസ്സം തുടങ്ങിയവ കാണാൻ സാധിക്കും. ചെറിയ എന്തെങ്കിലും ജോലി ചെയ്താൽ പോലും പെട്ടെന്ന് ഹൃദയമിടിപ്പ് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. കാൽപാദങ്ങളിലൊക്കെ തന്നെ നീര് കാണാൻ സാധിക്കും. പിന്നീടുള്ളത് കുഴിനഖമാണ്. കുഴിനഖം ഇങ്ങനെയുള്ളവരിൽ പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. അത് അയൺ ഡെഫിഷ്യൻസി കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. ഇവയൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇനി നമുക്കിത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ടെസ്റ്റ് ചെയ്ത് തന്നെ നോക്കണം. നമ്മുടെ ബ്ലഡിലെ HB കൗണ്ടാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ലാബ് റിപ്പോർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അത് HB എന്നാണ് അതിനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോർമൽ വാല്യൂവിന് താഴെയാണെങ്കിൽ നമുക്ക് അനീമിയാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് പുരുഷന്മാരിലാണെങ്കിൽ 13.2 to 16.6 ഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. സ്ത്രീകളിലാണെങ്കിൽ 11.6 to 15 ഗ്രാം പെർ ഡെസിലിറ്റർ വരെയും ആകാം. അപ്പോൾ ഇതിന് താഴേക്ക് പോവുകയാണെങ്കിൽ ഇവർ അനീമിക്കാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ശരിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ പല ആൾക്കാരും ഇതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നില്ല. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇതിനെ വലിയ കാര്യമാക്കാറുമില്ല. 8 താഴെയൊക്കെ HB ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. 8 താഴെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. കാരണം നേരെ പോയി അഡ്മിറ്റ് ആവുക എന്നുള്ള ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അതൊക്കെ ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ശരീരത്തിന് ഭയങ്കര ദോഷമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിൽ കൂടി തന്നെ നമുക്കിതിനെ ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ലോ അനീമിക് ആയിട്ടുള്ള ആൾക്കാർ കഴിക്കേണ്ട അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെയുള്ളത് ചീരയാണ്. അതിപ്പോൾ പച്ചച്ചീര ആയിക്കോട്ടെ അല്ലെങ്കിൽ ചുമന്ന ചീര ആയിക്കോട്ടെ, ഏതായാലും
നമ്മൾ കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. അയൺ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. രണ്ടാമതായിട്ടുള്ളത് ബീട്രൂട്ട് ആണ്. ബീട്രൂട്ട് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് കറി വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ ബീട്രൂട്ട് ജ്യൂസായിട്ട് കുടിക്കാം. എന്തായാലും അത് ശരീരത്തിന് വളരെ നല്ലതാണ്. അടുത്തതായിട്ടുള്ളത് കാഷ്യൂ നട്ട്, കറി ലീവ്സ്, നമ്മുടെ കറിവേപ്പില, പംകിൻ സീഡ്, അതുപോലെ തന്നെ റെഡ് കിഡ്നി ബീൻസ്. ഇതൊക്കെ തന്നെ ഹൈലി ആയിട്ട് അയൺ ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നത് നമുക്ക് ബ്ലഡ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ആഹാര സാധനങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.